അവൻ അധ്വാനിക്കുകയാണ്, വേർത്തൊലിക്കുകയാണ്. പല ദിവസങ്ങളിലും അവൻ്റെ ഭാര്യ വിളിച്ചിട്ട് പറയും, എല്ലാം ഉപേക്ഷിച്ച് അങ്ങൊന്നും മടങ്ങി വരണം, നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. അയാൾ അതൊന്നും ഗവനിച്ചില്ല. വർഷങ്ങളോളം അധ്വാനിച്ച് വലിയൊരു സമ്പത്തുമായിട്ട് പുതിയൊരു വീട് പണിയാനുള്ള സ്വപ്നവുമായിട്ട് അയാൾ മടങ്ങി വന്നു. കൊച്ചു വീട്ടിലെത്തിയപ്പോഴേക്കും സമയം വൈകിപ്പോയിരുന്നു. അയാളുടെ മകൾ അടുത്തുള്ള ഒരു അയൽവാസിയുമായി ഒളിച്ചോടിപ്പോയി. അയാളുടെ മകൻ മയക്കുമരുന്ന് അടിമയായി. വീട്ടിലെത്തിയപ്പോൾ സങ്കടത്തോടെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ വലിയൊരു വീടിനെ കുറിച്ച് സ്വപ്നം കണ്ടു, പക്ഷേ വീട്ടിൽ കഴിയുന്ന ഞങ്ങളുടെ മക്കളെ നിങ്ങൾ മറന്നു കളഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ പാപം പടരുന്നത് നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല. സത്യമാണിത്. നമ്മളും വലിയ വലിയ വീടുകൾ പണിയാൻ ആഗ്രഹിക്കുന്നു. കോൺക്രീറ്റ് കൊണ്ട് ബലമുള്ള ഒരു വീട് പണിയാൻ നമുക്കാകും. പക്ഷെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ പലതും മായ്ച്ചു കളയേണ്ടതുണ്ട്, പലതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വളരുന്ന പാപ സാഹചര്യങ്ങളെ, ബലഹീനതയൊക്കെ വെട്ടിമുറിക്കുവാനുള്ള ഒരാത്മബലം നമുക്കുണ്ടാകേണ്ടതുണ്ട്. നമ്മൾ ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുകയും ഉള്ളിൻ്റെ ഉള്ളിൽ രഹസ്യത്തിൽ നമ്മുടെ ബലഹീനതകളും പാപങ്ങളും താലോലിക്കുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ദിവസം നമ്മുടെ ആത്മീയ ജീവിതം തകർന്നു വീഴും. മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്കങ്ങനെ നടിക്കാനാകും. പക്ഷെ ഒരു ദിവസം എല്ലാം പുറത്തു വരും. അതിനാൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ കെട്ടുറപ്പുള്ള ഒരു പുനർനിർമ്മിതിക്ക് വേണ്ടി പാപ സാഹചര്യങ്ങളെ, പാപങ്ങളുടെ ബലഹീനതയെ വെട്ടിമുറിക്കുക. ഒരു മനുഷ്യൻ്റെ പൂന്തോട്ടത്തിൽ മനോഹരമായ റോസാ ചെടികളുണ്ട്, അതിലൊരുപാട് പൂക്കളുണ്ട്. അത് കണ്ട് അയാളുടെ അയൽവാസി അയാളുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, എൻ്റെ പൂന്തോട്ടത്തിന് റോസാ ചെടികളുണ്ട്, പക്ഷെ പൂക്കൾ കുറവാണ്. നിങ്ങളുടേതാകട്ടെ റോസാ ചെടി ഒരുപാട് പൂക്കൾ, എൻ്റെ റോസാ ചെടിയും പൂക്കളാക്കി മാറ്റാൻ നിങ്ങൾക്കാകുമോ? അയാൾ സമ്മതിച്ചു. പിറ്റേ ദിവസം അയാൾ അയൽവാസിയുടെ വീട്ടിലെത്തി. കയ്യിലൊരു ബുഷ് കട്ടർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ ആ റോസാ ചെടിയുടെ എല്ലാ ശാഖയും മുറിച്ച് കളയാൻ തുടങ്ങി. സങ്കടത്തോടെ അയൽവാസി പറഞ്ഞു, നിങ്ങളോട് ഞാൻ പറഞ്ഞത് പൂക്കൾ ഉണ്ടാക്കാനാ, പക്ഷെ എല്ലാ ചെടിയുടെ ശാഖ പോലും നിങ്ങൾ എന്താ മുറിച്ച് കളയുന്നത്? ചിരിച്ചുകൊണ്ടപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ക്ഷമയോടെ കാത്തിരിക്കുക, ഇതിൽ പൂക്കൾ ഉണ്ടാകും. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പതിയെ മുറിഞ്ഞ ശാഖയിൽ നിന്നും പച്ചപ്പുകൾ മുളപൊട്ടാൻ തുടങ്ങി. അത് വളർന്ന് അതിൽ ഒരുപാട് പൂക്കൾ ഉണ്ടായി. റോസാ ചെടിയുടെ ഒരു പ്രത്യേകതയാണത്. അതിൻ്റെ ശാഖകൾ മുറിച്ച് കളഞ്ഞ വീണ്ടും തളച്ചു വളർന്നത് ഒരുപാട് പൂക്കൾ നൽകും. റോസാ ചെടിയെ പോലെയാണ് നമ്മൾ. നമ്മുടെ ജീവിതത്തിൽ അനാവശ്യമായിട്ട് വളരുന്ന പല ബലഹീനതകളും ദൗർബല്യങ്ങളുമുണ്ട്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഫലസാധ്യതയ്ക്ക് വേണ്ടി, പുഷ്പിക്കലിനു വേണ്ടി നമ്മൾ ആ ശാഖകളേക്ക് മുറിച്ച് കളയേണ്ടതുണ്ട്. അതെ, പാപം നമ്മുടെ ജീവിതത്തിൽ പെരുകി വരുമ്പോൾ പാപം വെച്ച് നീട്ടുന്ന ആഹ്ലാദത്തോട്, ആനന്ദത്തോട് അത് വേണ്ട എന്ന് പറയാനുള്ള ആത്മധൈര്യമാണ് സത്യത്തിൽ വിശുദ്ധി. പാപം ചെയ്യുമ്പോൾ നാം വിചാരിക്കും നാം ചെയ്യുന്ന ഏറ്റവും നല്ല കാര്യമാണ്. ദൈവത്തെ മറന്നുകൊണ്ട് നാം ചെയ്യുന്ന ഈ പ്രവൃത്തിയാണ് പാപവും തിന്മയുമായിട്ട് പിന്നെ ശാപവുമായിട്ട് അവസാനിക്കുന്നത്. പാപം വെച്ച് നീട്ടുന്ന ആനന്ദത്തോട്, സന്തോഷത്തോട് വേണ്ട എന്ന് പറയാനുള്ള ആത്മബലം നമുക്കുണ്ടോ? പലപ്പോഴും പലർക്കും കഴിയാറില്ല. ഉൽപ്പത്തിയിൽ ഏദൻ തോട്ടത്തിൽ പാമ്പ് വെച്ച് നീട്ടിയ ഫലത്തിൻ്റെ ആഹ്ലാദത്തോട് വേണ്ട എന്ന് പറയാനായിട്ട് ഹവ്വായ്ക്കും ആദത്തിനുമായില്ല. അങ്ങനെയാണ് അവർ പാപം ചെയ്തത്, ദൈവത്തിൽ നടന്നു പോയത്. ഒരു സ്ത്രീയുടെ നഗ്നത കണ്ട് ആ പാപം വെച്ച് നീട്ടിയ ആനന്ദത്തിൽ നിന്നും തിരികെ പോകുവാനായിട്ട് ദാവീദിന് കഴിഞ്ഞില്ല. ഓർക്കണം, ദാവീദ് ബത്ശബായിൽ അനുരക്തയാകുന്നതിന് മുമ്പ് അവന് 7 ഭാര്യമാരുണ്ടായിരുന്നു. എന്നിട്ട് പോലും പാപം വെച്ച് നീട്ടിയ ആനന്ദത്തെ തിരസ്കരിക്കാൻ അവൻ ആകാതെ പോയി. അവൻ പാപം ചെയ്തു. അതുകൊണ്ട് അവനെ നോക്കിയാണ് പ്രവാചകൻ പറഞ്ഞത്, നിന്റെ ഭവനത്തിൽ നിന്നും വാൾ വിട്ടുമാറുകയില്ലെന്ന്. അവൻ്റെ ജീവിതവും അവൻ്റെ കുടുംബ പാരമ്പര്യവുമൊക്കെ പിന്നെ രക്തത്താ മലിനമായിട്ട് മാറി. പാപം നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയും, നമ്മുടെ കുടുംബ ബന്ധങ്ങളെ ചിന്ന ഭിന്നമാക്കും. അതിനാൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ കെട്ടുറപ്പുള്ളൊരു ജീവിതമാക്കാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉള്ളിൽ താലോലിക്കുന്ന പാപ സാഹചര്യങ്ങളെ മുറിച്ച് കളയുക.
നമ്മുടെ ആത്മീയ ജീവിതത്തെ തകർക്കും പാപം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ സാംസനാണ്. സാംസൺ ഒരുപാട് കൃപാവരങ്ങൾ ഉണ്ടായിരുന്നു. ആത്മീയ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ ഒരുപാട് അസാധ്യ കാര്യങ്ങൾ ചെയ്തൊരു മനുഷ്യനായിരുന്നു സാംസൺ. ഒരു സിംഹത്തെ അവൻ ആടിൻ കുഞ്ഞിനെ പോലെ കൊന്നു. ഒരു കഴുതയുടെ തോളെല്ലുകൊണ്ട് അവൻ 1000 പേര് വധിച്ചു. ഒരു കടം വീട്ടുവാൻ വേണ്ടി 30 പേര് വധിച്ചു. പട്ടണത്തിന്റെ കവാടവാതി കട്ടിൽപ്പടിയോട് അവൻ എടുത്ത് ചുമലിലെടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അവരെ ബന്ധിച്ച ചരട് ഒരു ചണനൂല് പോലെ അവൻ പൊട്ടിച്ചു കളയുന്നുണ്ട്. അതെ, ഒരുപാട് ശക്തി ഉണ്ടായിരുന്ന അവന്റെ ഉള്ളിൽ ഒരുപാട് ദൗർബല്യവും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവൻ സ്ത്രീകളോട് പ്രത്യേകമായൊരു താല്പര്യമുണ്ടായ ബലഹീനനായ മനുഷ്യനായിരുന്നു. ആ ബലഹീനത അവന്റെ ആത്മീയ ശക്തി മുഴുവൻ നശിപ്പിക്കുന്നതായിട്ട് നാം ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. അതെ, ദലീല എന്ന പെൺകുട്ടി അവന്റെ ശക്തിയുടെ രഹസ്യം തിരിച്ചറിയുകയും ആ ശക്തി ഉറവിടമായ മുടി മുറിച്ചു കളയാൻ കാരണപതിയാകുകയും ചെയ്തു. അവസാനം ശക്തി നഷ്ടപ്പെട്ട് ദുർബലനായ അവൻ കണ്ണുകൾ ചൂന്നെടുക്കപ്പെട്ട അന്ധനായി തടവറിയും ദുർബലനായി കിടക്കേണ്ടി വരുന്നു. എല്ലാ മനുഷ്യർക്കും സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആത്മീയത കൃപാവരങ്ങൾ നമുക്കുണ്ടാകാം. ഒരുപാട് ദൈവിക പ്രസാദത്തിന്റെ നിറവ് ജീവിക്കുന്നവരായ നമ്മൾ, എങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് നമ്മൾ പാപം ചെയ്യുകയാണെങ്കിൽ ആ പാപം നമ്മളെ തകർത്ത് കളയുകയും ആത്മീയമായിട്ട് അന്ധതയിലേക്ക് നിബന്ധിക്കുകയും അവസാനം ദുർബലരായ മനുഷ്യരായിട്ട് മാറുകയും പാപത്തിന്റെ തടവറയിൽ കഴിയേണ്ടി വരികയും ചെയ്യും. അതിനാൽ നമ്മൾ നമ്മുടെ ആത്മീയ ജീവിതത്തെ പുനരുദ്ധരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാപ സാഹചര്യങ്ങളെ മുറിച്ചു കളയാൻ ശ്രമിക്കണം. പലപ്പോഴും പാപത്തെ ആദ്യ സാഹചര്യത്തിൽ നാം മുറിച്ചു കളയുന്നില്ല എങ്കിൽ മാരകമായ ബന്ധനമായിട്ട് അത് മാറും. ആദ്യ അനുഭവത്തിന്റെ മുമ്പ് തന്നെ അതിൽ നിന്ന് നമ്മൾ വിടുതൽ കിട്ടുന്നില്ല എങ്കിൽ അത് വലിയൊരു കുടുക്കായിട്ട് മാറും. നമുക്കറിയാം, വിഷമുള്ള മൂർഖൻ പാമ്പ് അപകടകാരിയാണ്. അതിനെ വധിക്കാൻ ഏറ്റവും എളുപ്പം അതൊരു മൊട്ടയായിരിക്കുമ്പോൾ തകർക്കുന്നതാണ്. പാപവും വിഷമുള്ള ഒരു പാമ്പ് പോലെയാണ്. പാപം വളർന്ന് നമ്മുടെ ജീവൻ എടുക്കുന്നതിന് മുമ്പേ അതിൻ്റെ ആദ്യ ജീവിതത്തിന്റെ തുടിപ്പ് തന്നെ അത് നശിപ്പിക്കുന്നില്ല എങ്കിൽ അപകടകരമാണ്. നമ്മുടെ ജീവിതത്തിൽ തുടർന്നു വരുന്ന പാപ സാഹചര്യങ്ങൾ മുറിച്ചു കളയാനാകണം. ഒരു ഓഫീസ് മുറിയിൽ ചുമലിനോട് ചേർന്ന് വലിയൊരു മാറാല കണ്ടപ്പോൾ യജമാനൻ തൻ്റെ ദാസനോട് അയാളുടെ ഓഫീസ് മുറി വൃത്തിയാക്കാൻ പറഞ്ഞ ഉടനെ ആ ദാസൻ മുറി വൃത്തിയാക്കാൻ ശ്രമിച്ചു. എന്നാൽ ഒരു ഭിത്തിയുടെ മൂലയിൽ അല്പം മാറാല മാത്രം അവശേഷിച്ചിട്ടുണ്ടായിരുന്നു. വൈകിട്ടെത്തിയപ്പോൾ യജമാനൻ അത് കണ്ട് ആ ഭൃത്യനെ വഴക്ക് പറഞ്ഞു. ഉടനെ ഭൃത്യൻ വീണ്ടും ആ മാറാല നന്നായിട്ട് വൃത്തിയാക്കി. പിറ്റേ ദിവസം പ്രഭാതത്തിൽ ഓഫീസ് മുറിയിലേക്ക് യജമാനൻ വന്നപ്പോൾ ആ മൂലയിൽ വീണ്ടും മാറാല കണ്ടു. ഉഗ്രകോപത്തോടെ യജമാനൻ ദാസനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പലവട്ടം പറഞ്ഞതാണ് ആ മാറാള വൃത്തിയാക്കാൻ, പിന്നെ എന്തുകൊണ്ടാണ് നീ അത് വൃത്തിയാക്കാഞ്ഞത്? സങ്കടത്തോടെ ആ ദാസൻ അപ്പോൾ പറഞ്ഞു, ഞാൻ 2 പ്രാവശ്യം വൃത്തിയാക്കിയതാണ്, പക്ഷെ ഉടനെ അത് വീണ്ടും ഉണ്ടാകുന്നു, ഞാൻ എന്ത് ചെയ്യാനാണ്? അപ്പോൾ ആ യജമാനൻ ദാസനോട് പറഞ്ഞു, നീ മാറാള വൃത്തിയാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ, അത് പൂർണ്ണമായിട്ട് വൃത്തിയാക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന ചിലന്തിയെ കൂടി കൊല്ലേണ്ടതുണ്ട്. അതെ, ചിലന്തിയെ കൊന്നില്ല എങ്കിൽ നീ വൃത്തിയാക്കിയാലും അത് വീണ്ടും ഉണ്ടാകും. ജീവിതത്തിലും ഉണ്ടാകുന്ന സത്യമാണത്. നമ്മൾ പാപം ചെയ്യുന്നു, മനസ്താപത്തോട് കുമ്പസാരിക്കുന്നു, അപ്പോൾ ഹൃദയത്തിൽ പടരുന്ന പാപമാലിന്യങ്ങൾ ശുദ്ധീകരിക്കപ്പെടുക തന്നെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും പാപത്തിൻ്റെ ചിലന്തി വലകൾ ഹൃദയത്തിൽ രൂപപ്പെടുന്നു. കാരണം എന്താ? അതിൻ്റെ ഉറവിടത്തെ ഉന്മൂലനം ചെയ്യാൻ നമ്മൾക്ക് കഴിയാതെ പോകുന്നു. കുമ്പസാരിക്കുമ്പോൾ മായപ്പെടുന്ന പാപങ്ങൾ എല്ലാ കാലത്തേക്കും മായപ്പെടാനായിട്ട് പാപ സാഹചര്യങ്ങളെ കൂടി മാറ്റുവാനായിട്ട് നമ്മൾ പ്രയത്നിക്കണം. പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആഗ്രഹിക്കണം. നമ്മൾ പഴയ നിയമത്തിലെ ജോസഫിനെ ഓർക്കുക. അവൻ പൊത്തിഫറിന്റെ ഭവനത്തിലൊരു ഭൃത്യനായിരുന്നു.
അവന്റെ ജീവിതത്തിന്റെ നന്മ കണ്ട് പൊന്തിഫർ അവൻ ഭവനത്തിന്റെ എല്ലാത്തിൻ്റെയും മേൽനോട്ടക്കാരനായിട്ട് ജോസഫിനെ നിയമിച്ചു. അവൻ അങ്ങനെ ഒരു ദിവസം പൊന്തിഫറിന്റെ ഭവനത്തിൽ പ്രവേശിച്ച് വീട്ടുകാര്യങ്ങൾ ചെയ്യുമ്പോൾ ജോലിക്കാരൊക്കെ പുറത്തായിരുന്നു. പൊന്തിഫറിന്റെ ഭാര്യ അവൻ അനുരക്തയായി അവന്റെ മേൽക്കുപ്പായത്തിൽ കയറി പിടിച്ചു പാപം ചെയ്യാൻ പ്രേരിപ്പിച്ചു. അപ്പോൾ ജോസഫ് ആകട്ടെ ആ മേൽക്കുപ്പായം പോലും ഉപേക്ഷിച്ചുകൊണ്ട് വീടിന് പുറത്തേക്ക് പോവുകയാണ്, ഓടിപ്പോവുകയാണ്. പാപ സാഹചര്യങ്ങൾ ഓടിപ്പോയ അവന്റെ ജീവിതത്തിൽ ദുരന്തമുണ്ടായി. അവൻ തടവിലടക്കപ്പെടുന്നുണ്ട്. എന്നാൽ തടവറയേക്കാൾ ഏറെ അവൻ ആഗ്രഹിച്ചത് പാപത്തിന്റെ തടവറയിൽ നിന്ന് മോചിക്കപ്പെടാനാണ്. ദൈവത്തിന്റെ സ്വീകാരണയ മകനായിട്ട് അവൻ മാറി. അവന്റെ ജീവിതത്തിൽ ദൈവത്തിന് അനുഗ്രഹം എപ്പോഴും ഉണ്ടായി. നമ്മുടെ ജീവിതത്തിൽ പാപ സാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ജോസഫിനെ പോലെ കുതിറിയോടി രക്ഷപ്പെടുവാനുള്ള ആത്മബലവും വിശുദ്ധിയുമൊക്കെ നമുക്കുണ്ടോ? ഉണ്ടാകേണ്ടതുണ്ട്. പാപം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു വരുന്നത് 3 വിധത്തിലാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. ചിലർ പാപത്തെ ആനന്ദമായിട്ട് സ്വീകരിക്കും. ഒരു പ്രതിരോധവുമില്ലാതെ പാപത്തിന്റെ ആഹ്ലാദത്തിലേക്ക് അവർ വീഴും. എന്നാൽ ചിലർ പാപത്തിനെതിരെ പോരാടും, ധീരമായിട്ട് പോരാടും സ്വന്തം ബലത്തിൽ. എന്നാൽ വളരെ പെട്ടെന്ന് അവർ തളർന്നു പോവുകയും പാപവുമായുള്ള യുദ്ധത്തിൽ തകർന്ന് അവർ അതിൻ്റെ അടിമയാകുകയും ചെയ്യും. 3-ാമത്തെ മനുഷ്യൻ പാപത്തെ വെല്ലുവിളിക്കുന്നത് ദൈവത്തിന്റെ നാമത്തിലാണ്. ദൈവത്തിന്റെ കരങ്ങൾ സ്വന്തം ജീവിതം കൊടുത്ത് പാപത്തോട് പോരാടിയാൽ അവർ വിജയിക്കുക തന്നെ ചെയ്യും. നമുക്കറിയാം, പത്രോസ് യേശുവിന്റെ പക്കലേക്ക് അവൻ സമുദ്രത്തിലൂടെ നടന്നു വന്നപ്പോൾ സമുദ്രത്തിന്റെ തിരമാഴ ആഞ്ഞടിക്കുന്നത് കണ്ട് അവൻ അതിലേക്ക് താണു വീഴാൻ പോയപ്പോൾ അവൻ പറഞ്ഞു, കർത്താവിനെ രക്ഷിക്കണമേ എന്ന്. ക്രിസ്തു അവന്റെ കരങ്ങൾ പിടിച്ച് അവൻ ഉണർത്തി, അവൻ ഉയർത്തി. പാപം ഈ കടലിന്റെ മുകളിലൂടെയുള്ള യാത്ര പോലെ തന്നെയാണ്. അത് ആഞ്ഞടിക്കുമ്പോൾ ഒരുപക്ഷെ അതിന്റെ അഗാധതയിലേക്ക് നമ്മൾ വീണു പോയേക്കാം. അതിനു മുമ്പ് ക്രിസ്തുവിന്റെ കരം പിടിക്കാനാകണം, കർത്താവിനെ രക്ഷിക്കണമെന്ന് പറയാനാകണം. അവന്റെ കരം പിടിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും പാപവുമായുള്ള യുദ്ധത്തിൽ വിജയിക്കാനാകും. അങ്ങനെ ഒരു യുദ്ധം നടക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ദാവീദും ഗോലിയാത്തും തമ്മിലൊരു യുദ്ധം. ദാവീദ് ചെറുക്കനാണ്, ഒരു ഇടയ ചെറുക്കൻ. ഗോലിയാത്താകട്ടെ അപാരമായ ശക്തിയുടെ അടയാളമായ ഒരു യുദ്ധ പോരാളിയാണ്. 40 ദിവസം അവൻ ഫിലിസ്ത്യരുടെ സൈന്യത്തിന് മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ട് വെല്ലുവിളിച്ചു, എന്നെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നവർക്ക് ഈ യുദ്ധത്തിൽ വിജയിക്കാമെന്ന്. അവന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ ആരും തയ്യാറായില്ല. സാവൂൾ രാജാവ് പോലും ഭയന്ന് വിളിച്ചപ്പോൾ ദാവീദ് എന്ന ഇടയച്ചെറുക്കൻ മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്, ഞാൻ ഗോലിയാത്തിനെതിരെ യുദ്ധം ചെയ്യാമെന്ന്. കാഴ്ചയിൽ യാതൊരു പ്രത്യേകതയുമില്ലാത്ത ഇടയച്ചെറുക്കനായ ദാവീദിനെ സാവൂൾ നിരുത്സാഹപ്പെടുത്തിയപ്പോൾ ദാവീദ് പറഞ്ഞു, ഞാനും യുദ്ധം ചെയ്തിട്ടുണ്ട്. ആടുകളുമായിട്ട് വനത്തിൽ പോകുമ്പോൾ എൻ്റെ ആട്ടിൻകുട്ടിയെ സിംഹവും കരടിയും ഒക്കെ ആക്രമിച്ച് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിന്നാലെ പോയി ഞാൻ അതിനെ ആക്രമിച്ച് എൻ്റെ ആടിനെ തിരികെ എടുക്കാറുണ്ട്. സിംഹത്തിൽ നിന്നും കരടിയിൽ നിന്നും എന്നെ രക്ഷിക്കുന്ന ദൈവം ഈ ഗോലിയാത്തിൽ നിന്നും എന്നെ രക്ഷിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ വിശ്വാസ ദൃഢതയിൽ സൗൾ അനുവദിക്കുകയാണ് ഗോലിയാത്തുമായിട്ട് യുദ്ധം ചെയ്യാനായിട്ട്. ദാവീദ് ഗോലിയാത്തുമായിട്ട് യുദ്ധം ചെയ്യാൻ ആരംഭിച്ചു. ഒരു വടിയുമായിട്ട് യുദ്ധക്കളത്തിൽ മുന്നോട്ട് വന്ന ദാവീദിനെ കണ്ട് പുച്ഛത്തോടെ ഗോലിയാത്ത് പറഞ്ഞു, വടിയുമായിട്ട് നീ വരുന്ന നിന്നെ ഞാൻ പറവകൾക്കും കാട്ടുമൃഗങ്ങൾക്കും ഭക്ഷണമാക്കുമെന്ന്. അപ്പോൾ ദാവീദ് ഗോലിയാത്തിനോട് പറഞ്ഞു, നീ എന്നെ അവിടെ യുദ്ധം ചെയ്യാൻ വരുന്നത് കുന്തവും വാളുമായിട്ടായിരിക്കാം, പക്ഷെ ഞാൻ വരുന്നത് ദൈവത്തിന്റെ നാമത്തിലാണ്. പിന്നെ എന്ത് സംഭവിച്ചെന്ന് നമുക്കറിയാം. ദാവീദ് ആ ഗോലിയാത്തിനെ വധിച്ചു. ഇത് യുദ്ധം തന്നെയാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിന് അനുനിമിഷം നടക്കുന്നത്. നമ്മൾ ദുർബലരായിരിക്കാം. ഇടയച്ചെറുക്കനായ ദാവീദിനെ പോലെ ദുർബലനായിരിക്കാം. പാപം മാരകമായ ശക്തിവിശേഷമുള്ള ഗോലിയാത്തിനെ പോലെ ശത്രുവായിരിക്കാം. എങ്കിലും അവനുമായിട്ട് നാം യുദ്ധം ചെയ്യുമ്പോൾ ദാവീദിനെ പോലെ പറയാനാകണം, ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ യുദ്ധം ചെയ്യുന്നുവെന്ന്. തീർച്ചയായിട്ടും പാപത്തിന്റെ മാരകമായ ശക്തിയെ തകർത്ത് വിജയം വരിക്കുവാനായിട്ട് ദൈവത്തിന്റെ താങ്ങുബലം നമുക്ക് വേണം. പലപ്പോഴും പാപത്തിൽ നമ്മൾ വീണു പോകുന്നത് നമ്മൾ നമ്മുടെ സ്വന്തം ബലത്തിൽ പോരടിക്കുന്നത് കൊണ്ടാണ്. അതിനാൽ
ദൈവത്തിൻ്റെ കൃപയെ നമ്മുടെ ആത്മീയ ജീവിതം പുതുക്കി പണിയാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ അനുദിന ജീവിതത്തിൽ പാപ സാഹചര്യങ്ങളെ മുറിച്ചു കളയാനായിട്ട് പരിശ്രമിക്കാം, പ്രയത്നിക്കാം. ക്രിസ്തു ഒരു വചനം പറഞ്ഞു, കടുകുമണിയോളം നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് മാറി സമുദ്രത്തിൽ പോകാൻ പറഞ്ഞാൽ അത് സംഭവിക്കുമെന്ന്. സത്യത്തിൽ ക്രിസ്തു പോലും അങ്ങനെ അത്ഭുതം ചെയ്തില്ല, ലോകത്ത് ആരും ചെയ്തില്ല. അതിൻ്റെ അർത്ഥം കടുകുമണിയോളം വിശ്വാസമില്ല എന്നാണ്? അല്ല. ഈ വാക്കുകൾക്ക് ഒരുപാട് അർത്ഥമുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരു വ്യാഖ്യാനം കിട്ടുന്നുണ്ട്. ഫ്രാൻസിസ് അസിസിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രലോഭനമുണ്ടായി. ഒരു പ്രലോഭനം താങ്ങാതായപ്പോൾ അവൻ കരഞ്ഞുകൊണ്ട് ദൈവസന്ധി മുട്ടുമെന്നുകൊണ്ട് പറഞ്ഞു, ദൈവം ഈ പാപം എടുത്ത് മാറ്റണമേ, ഈ പ്രലോഭനം എടുത്ത് മാറ്റണമേ എന്ന്. എന്നിട്ടും 2 വർഷമായിട്ട് അവൻ്റെ പിന്നാലെ അവൻ്റെ ജീവിതത്തോടൊപ്പം ആ പ്രലോഭനമുണ്ടായി. ഒരുപാട് തകർന്നു. ഒരു ദിവസം സെന്റ് മേരീസ് ദേവാലയത്തിൽ അവൻ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ അവൻ്റെ ഉള്ളിലേക്ക് ആ വചനം വന്നു, നിനക്കൊരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് സമുദ്രത്തിൽ പോകാൻ പറഞ്ഞ് അങ്ങനെ സംഭവിക്കുമെന്ന്. ആ ദിവ്യമായ നിമിഷത്തിൽ ഫ്രാൻസിസ് ദൈവത്തോട് ചോദിച്ചു, ദൈവമേ, ഈ മല എന്താണ്? അപ്പോൾ അവനൊരു വെളിപാടുണ്ടായി, മല നിന്റെ പ്രലോഭനമാണ്. ദൈവമെങ്കിൽ ഞാൻ വിശ്വാസത്തോടെ പറയുന്നു, എൻ്റെ പ്രലോഭനം എടുത്ത് കടലിൽ കളയണമേ. അന്നു മുതൽ അവൻ പ്രലോഭനത്തിൽ നിന്നും രക്ഷപ്പെട്ടു. ഇത് തന്നെയാണ് നമ്മളും. നമുക്ക് അല്പം വിശ്വാസമുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ ബലത്തിൽ നമുക്ക് നമ്മുടെ പാപ സാഹചര്യങ്ങളിൽ നിന്നും വിടുതൽ കിട്ടും. ആത്മാർത്ഥമായിട്ട് നമ്മൾ വിശ്വസിക്കണം, പ്രാർത്ഥിക്കണം. വചനം പറയുന്നു, നിങ്ങൾ ഇനി പാപത്തിന്റെ അടിമയല്ല, കാരണം നിയമത്തിന്റെ മക്കളല്ല, കൃപയുടെ മക്കളാണ് നിങ്ങളെന്ന്. ദൈവത്തിന്റെ കൃപയിൽ ജീവിച്ച അവന്റെ വിശ്വാസ ചൈതന്യത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെ കെട്ടിപ്പൊക്കിയാൽ പാപത്തിനത് പ്രതിരോധിക്കാൻ നമുക്കാകും. പഴയ കാലത്ത് ഒരുപാട് പാപങ്ങൾ ചെയ്തിട്ടുണ്ടാകാം, അതിൻ്റെ കുറ്റബോധത്തിൽ ജീവിക്കുന്നവരാകാം നമ്മൾ. ഓർക്കുക, എല്ലാ പാപങ്ങളെയും ദൈവം മായ്ച്ചു കളയും. പഴയ ജീവിതത്തിൻ്റെ എല്ലാ പാപ സാഹചര്യങ്ങളും മായ്ച്ച് പുതിയൊരു നന്മ നിറഞ്ഞ ജീവിതം നേടാൻ ശക്തിയുള്ളവനാണ് ക്രിസ്തു. മത്തായിയുടെ സുവിശേഷത്തിലെ ആദ്യ അധ്യായത്തിലെ ക്രിസ്തുവിൻ്റെ ജീവിത പരമ്പര തന്നെ ധ്യാനിച്ചാൽ അത് തന്നെയാണ് തെളിയിക്കുന്നത്. ക്രിസ്തു വന്നത് 3 സ്ത്രീകളുടെ പരമ്പരയിൽ നിന്നാണ്. താമാർ, റൂത്ത്, ഹാബാർ, ബത്ശേബ. ഇവർ 3 പാപ സാഹചര്യങ്ങളിൽ ജീവിച്ചവരായിരുന്നു. താമാർ സ്വന്തം അമ്മായപ്പനുമായിട്ട് പാപത്തിന്റെ മലിനതകൾ പങ്കുപറ്റിയവളായിരുന്നു. രാഹാബ് ഒരു വേശ്യയായിരുന്നു. റൂത്താകട്ടെ ഒരു യഹൂദ സ്ത്രീ പോലും ആയിരുന്നില്ല. എന്നിട്ടും യഹൂദ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഒരു യഹൂദനുമായിട്ട് വിവാഹം ചെയ്യുന്നു. ബത്ശേബയെക്കുറിച്ച് നമുക്കറിയാം. അവൾ കാരണമാണ് ദാവീദ് പാപം ചെയ്തത്. അവളുടെ ഭർത്താവ് പോലും മരണത്തിന് കാരണമായത് അവളുടെ പാപത്തിന്റെ പരിണിത ഫലമായിരുന്നു. എന്നിട്ട് പോലും ഇവരുടെ പരമ്പരയിൽ ക്രിസ്തു വന്നു. ക്രിസ്തു എല്ലാ പാപങ്ങളുടെയും മോചനത്തിന്റെ രക്ഷകനായിട്ട് മാറി. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതം, നമ്മുടെ പഴയകാല ജീവിതത്തിൽ ഒരുപാട് തിന്മകളുടെ വശങ്ങളുണ്ടെങ്കിലും ഇടർച്ചയുടെ വശങ്ങളുണ്ടെങ്കിലും ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ പരിപൂർണമായ പരിവർത്തനം രക്ഷയുമൊക്കെ നമുക്കുണ്ടാകും. മരിക്കുന്നത് നമുക്ക് ക്രിസ്തു പറഞ്ഞു ഓർക്കണം, എല്ലാം പൂർത്തിയായി. ഗ്രീക്ക് വാക്കിൽ ഇതിനൊരുപാട് ആഴമുണ്ട്, അർത്ഥമുണ്ട്. ഒരു വ്യാപാരി അയാളുടെ എല്ലാം വീട്ടിൽ കഴിയുമ്പോൾ എഴുതുന്ന വാക്കാണിത്. ഒരു കുറ്റവാളി അയാളുടെ എല്ലാ ശിക്ഷയും അവസാനിപ്പിച്ച് പുറത്തിറങ്ങപ്പെടുമ്പോൾ എഴുതപ്പെടുന്ന വാക്കാണിത്. ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, എല്ലാം പൂർത്തിയായി. ക്രിസ്തു കാൽവരിയുടെ ബലിയിലൂടെ നമ്മുടെ എല്ലാ പാപങ്ങളുടെയും കടങ്ങൾ വീട്ടി അവനെല്ലാം പൂർത്തിയാക്കി. എങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആത്മീയ ജീവിതം കെട്ടിപ്പൊക്കണമെങ്കിൽ പഴയകാല പാപത്തിൻ്റെ കുറ്റബോധങ്ങളും മായ്ച്ചു കളഞ്ഞ് ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും വിശ്വസ്തയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഹൃദയം ഒരു ബ്ലാക്ക് ബോർഡ് പോലെയാണ്. ചെയ്യുന്ന എല്ലാ പാവവും അതിലൊക്കെ രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ ക്രിസ്തുവിനോട് ക്ഷമ യാചിച്ച് കളഞ്ഞാൽ, യാചിച്ചാൽ ആ നിമിഷം അതൊക്കെ മായ്ക്കപ്പെടും. പിന്നെ ഒരിക്കലും അത് ഓർക്കപ്പെടുകയില്ല. ജെറമയ്യയുടെ പുസ്തകം 31-ാം അധ്യായം 34-ാം വാക്യം പറയുന്നത് അങ്ങനെയാണ്. ദൈവം ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ പാപം ഓർക്കുകയില്ല. എല്ലാം സൃഷ്ടിച്ച എല്ലാ ഹൃദയവിചാരവും അറിയുന്ന ദൈവം പറയുന്ന ഏറ്റവും പ്രത്യാശ നിറഞ്ഞ വചനമാണിത്. ഞാൻ നിങ്ങളുടെ പാപം ഓർക്കില്ല. അതെ, ദൈവം നമ്മുടെ പാപം മറന്നു കളഞ്ഞിരിക്കുന്നു. ഇനി മുതൽ പാപ സാഹചര്യങ്ങൾ മുറിച്ച് നമുക്ക് മുന്നോട്ട് പോകാനാകണം. ഒന്നോർത്താൽ
നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറം നമ്മൾ പാപം ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിനേക്കാൾ അത്ഭുതം, നാം ചെയ്ത പാപങ്ങളെക്കാളേറെ 10 മടങ്ങ് ദൈവം നമ്മോട് കരുണ കാണിക്കുന്നു എന്നതാണ്. അവൻ്റെ കരുണയെ വിശ്വസിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതം പുതുക്കി പണിയാം. അതിനായിട്ട് നമ്മുടെ പാപ സാഹചര്യങ്ങളെ, ബലഹീനതയെ മുറിച്ചു മാറ്റാനായിട്ട് പ്രതിജ്ഞയെടുക്കാം. Get rid of the things that comes between you and your God. എൻ്റെ ദൈവത്തിനും നിനക്കുമിടയിലെ വിഘ്നങ്ങളെ മുറിച്ച് മാറ്റിക്കൊണ്ട് നമുക്ക് നമ്മുടെ ആത്മീയ ജീവിതത്തെ പുതുക്കി പണിയാം. അതിനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ അവരെയും അനുഗ്രഹിക്കട്ടെ.